യൂമിക്ക് അവളുടെ ബോയ്ഫ്രണ്ട് ഒഴികെ മറ്റെല്ലാ ജെൻസും കാർട്ടൂൺ ആർട്ട് പോലെയാണ് കാണുന്നത്. ഒരു ദിവസം അവൾ പാർക്കിലിരിക്കുമ്പോൾ ഒരു കാർട്ടൂൺ മാൻ അവളുടെ അടുത്ത് വന്ന് വഴി ചോദിക്കുന്നു. അപ്പോൾ യൂമി തന്റെ ബോയ്ഫ്രണ്ടിനോട് ബിസിയായി സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഏതോ ഒരു വശത്തേക്ക് കൈ കാണിക്കുന്നു. അതേസമയം അവൻ നടന്നു പോകുമ്പോൾ മറ്റു പെൺകുട്ടികൾ അവൻ വളരെയധികം സുന്ദരനാണെന്ന് പറയുന്നു. അടുത്ത ദിവസം അവൾ ബോയ്ഫ്രണ്ടിനൊപ്പം ഫ്രണ്ടിന്റെ മാരേജിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും മെസ്സേജിലൂടെ നമുക്കും ഇതുപോലെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രോങ് ആയി വളരുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ തന്റെ ബോയ്ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ നേരത്തെ തന്നെ ഉറക്കം വരുന്നതായി പറയുന്നു. നോക്കുമ്പോൾ അവനോട് കള്ളം പറഞ്ഞ് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അവന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു പോകുന്നു. പക്ഷെ അവൾ ലിഫ്റ്റിൽ കയറിയതും ബോയ്ഫ്രണ്ടിന്റെ സഹപ്രവർത്തകയും ലിഫ്റ്റിൽ കയറി യൂമിയുടെ ബോയ്ഫ്രണ്ടിന്റെ ഫ്ലോർ നമ്പർ തന്നെ അമർത്താൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ലാതെ അവൾ തന്നെ യൂമിയെ ബോയ്ഫ്രണ്ടിന്റെ റൂമിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേസമയം പുറത്തേക്ക് വന്ന യൂമിയുടെ ബോയ്ഫ്രണ്ട് ഇവരെ രണ്ടുപേരെയും കണ്ട് ഷോക്കാവുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവർ രണ്ടുപേരും ഒരേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ബോയ്ഫ്രണ്ട് അവൾക്ക് വേണ്ടി ഗ്ലാസും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. അവൾ ഉടനെ അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് യൂമിയും ബോയ്ഫ്രണ്ടും ബ്രേക്കപ്പ് ആവുന്നു. അതിനുശേഷം ഒരു ദിവസം അവൾ എന്നത്തെയും പോലെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരോ അവളെ വിളിക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പാർക്കിൽ വെച്ച് വഴി ചോദിച്ച കാർട്ടൂൺ മാൻ പുറകിൽ നിൽക്കുന്നു. അവൻ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ യൂമിക്ക് അവനെ ഓർമ്മ വരുന്നു. നോക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ കാർട്ടൂൺ മാൻ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായി മാറുന്നു.